ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ? സുഖമല്ലേ? അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ തമ്മിലിൽ കണ്ട പോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ചതിയുടെ കഥയാണ്. ചതിയുടെ കഥ എന്ന് പറഞ്ഞാൽ, ഒരുത്തനെ ഒരാളോട് വിസ ചോദിച്ചു. നാട്ടിൽ പണിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ദാരിദ്ര്യത്തിൽ നടക്കുന്ന സമയത്താണ് വിസ ചോദിച്ചത്. അപ്പോൾ വിസ ചോദിച്ചത് ഒരു അകന്ന ബന്ധുവിനോടാണ് ചോദിച്ചത്. അപ്പോൾ ഇയാളാണെങ്കിൽ ചെറിയൊരു വിസ കച്ചവടക്കാരനാണ്. അപ്പോൾ അങ്ങനെ ഒരു വിസ ഉണ്ട്, കൊടുത്തു. അപ്പോൾ ഈ വിസ കൊടുത്തത് പിന്നെ ആൾ ജോലി ചെയ്യുന്ന വീട്ടിലേക്കല്ല, അവരുടെ ഒരു ബന്ധത്തേക്ക് തന്നെയാണ് ഈ വിസ കൊടുത്തത്. അങ്ങനെ അവന് കയറി വന്നു. അപ്പോൾ ഇവന് ഇവിടുത്തെ മൂന്നാമത്തെ ഡ്രൈവറായിട്ടാണ്. ഇതിന് മുമ്പുള്ള 2 ഡ്രൈവർമാർ പോയിട്ടുള്ളത് വീട്ടിലെ സാഹചര്യം കുറച്ച് മോശമായതുകൊണ്ടാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇവൻക്ക് ഈ വിസ കൊടുത്തത്. ഇവനാണെങ്കിൽ ഏതെങ്കിലും വിസ കിട്ടിയാൽ മതി എന്നുള്ള നിലക്ക് നാട്ടിൽ നിന്ന് കയറി പോരും ചെയ്തു. അപ്പോൾ ഇവൻ നാട്ടിൽ ലീവ് അടിച്ച് നാട്ടിൽ പോയി. അവനിനി തിരിച്ചു വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൻ്റെ ഒരു വോയിസ് റെക്കോർഡ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അത് മാത്രമല്ലടോ, ഈ ഒരു മാസം ശമ്പളം എനിക്ക് 1,800 എനിക്ക് ശമ്പളം ഇന്ന് തന്നത് ആകെ 1,600 റിയാൽ. ഒരു മറ്റേലെ സ്വഭാവം ചങ്ങയ്യ. അവള് പറയും എനിക്ക് എല്ലാ മാസം 27 ശമ്പളം തരില്ല. ഇന്നിപ്പോൾ ഞാൻ അവളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് 30 ശമ്പളം, അതുകൊണ്ടാണ് ഞാൻ 1,600 തന്നത്. 2 ദിവസത്തെ 3 ദിവസത്തെ ഇത് പിടിച്ചിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ തന്നാൽ മതി 30 പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ അവസ്ഥയാണ്. ഈ മൈനക്കാരോട് പറഞ്ഞപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നത്. ഈ പാനിക്കൊക്കെ വിസക്ക് പൈസ നക്കാൻ കൊടുത്തിട്ട് കുടുംബം നന്നാക്കട്ടെ. നായ്ക്ക് ശാപം ഉണ്ടാവും. അത്രയ്ക്ക് ഞാൻ പ്രാഗിക്കണ നായിന. നന്നാവൂല പൈസക്ക് സംസാരിക്കണില്ല. ഇയാളോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുക. അപ്പോൾ ഇങ്ങനെ വോയിസ് റെക്കോർഡ് ഈ ഒരു കാര്യം ഇങ്ങനെ ഒരു എന്താ പറയുക, ശപിച്ചുകൊണ്ടൊക്കെ പറയേണ്ട ഒരു അവസ്ഥയിൽ വരാൻ കാരണം, അവന് ഒരു വിസ പൈസ കൊടുത്ത് പൈസയൊക്കെ ചിലവാക്കി വന്നിട്ട് ഈ വീട്ടിലെ സാഹചര്യം വളരെ മോശമായിരുന്നു. അവന് പണിയെടുക്കുന്ന വീട്ടിലെ സാഹചര്യം വളരെ മോശമായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു മോശം സാഹചര്യത്തേക്കാണ് ഇവനെ കൊണ്ടുവരുന്നതെന്ന് ഈ കൊണ്ടുവരുന്ന ആൾക്ക് അറിയും ചെയ്യാം. എന്നിട്ട് കൂടെയാണ് കൊടുന്നത്. അപ്പോൾ അവനെ വിസ കൊടുത്തതിൽ ഒരു 2,000 റിയാൽ കഫീലിൻ്റെ കയ്യിൽ നിന്ന് ഇവൻ്റെ അടുത്ത് നിന്ന് വേറെ പൈസ ഒക്കെ മേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് ഇവനിങ്ങനെ പറയാനുള്ളൊരു കാരണം ഉണ്ടായത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇവിടുന്ന് നാട്ടിലേക്ക് ആരെങ്കിലും വിസ ചോദിച്ചുമ്പോൾ ഏതെങ്കിലും വിസ ഒക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്ന ഡ്രൈവർമാരോടാണ്, അല്ലെങ്കിൽ വിസ കച്ചവടക്കാരനോടാണ്. ഇയാളൊരു വിസ കച്ചവടക്കാരനാണ് ശരിക്കും. അപ്പോൾ നിങ്ങളോട് വിസ ചോദിക്കുന്നത് നാട്ടിൽ അത്രയും അവസ്ഥ മോശമായതുകൊണ്ടായിരിക്കും എന്ന് വെച്ചുകൊണ്ട് അത് നമ്മൾ മുതലെടുക്കരുത്. ഒരിക്കലും വിസ ഇഷ്ടംപോലെ കിട്ടാണ്ടാവും, ഒരിക്കലും മുതലെടുക്കരുത്. കാരണം ഏതെങ്കിലും ഒരു വിസ കൊടുത്ത് ഇവിടെ വന്നിട്ട് ആളുകൾ ബുദ്ധിമുട്ടി ഇതുപോലെ ശപിച്ചുകാണ്ട് ഇറങ്ങിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ, ആ ഒരു ശാപം വേറെ. ആ ഒരു വിസൻ്റെ പേരിൽ നിങ്ങൾ വാങ്ങിയ പൈസ കൊണ്ടാണ് നിങ്ങളെ കുടുംബത്തിന് നിങ്ങൾ ചിലവിന് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു വളരെ മോശപ്പെട്ടൊരു കാര്യമാണ് അതൊക്കെ. അപ്പോൾ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ദുബായിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഇതേപോലെ പെട്ടതിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ സൗദിയിലാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയണതുണ്ട്. അപ്പോൾ വരുന്നവരും തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിട്ട് വരിക. ഇവിടെ വന്നിട്ട് പല പണികളും, ഇപ്പോൾ ഇവൻ്റെ അവസ്ഥ പറഞ്ഞാൽ പല പണികളും എടുക്കാണ്ടതിന് ഒരു എന്താ പറയുക, എന്ത് നിസ്സാര പ്രശ്നത്തിനും ചൂടായിക്കാണ്ടുള്ളൊരു പരക്കാരും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓട്ടം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഓട്ടം കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ വളരെ മോശമുള്ളൊരു സാഹചര്യം ഇതൊക്കെയാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ഇതിന് മുമ്പുള്ള 2 ഡ്രൈവർമാർ ആ വീട്ടിൽ നിന്ന് പോയത്. അത് ഈ കൊടുന്ന ആൾക്ക് അറിയും ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ റൂമിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ റൂമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നാട്ടിലേക്ക് ആരെങ്കിലും ഇതുപോലെ വിസ ഒക്കെ കൊടുത്തു വരുമ്പോൾ നന്നായിട്ട് അന്വേഷിച്ചിട്ട് വരും ചെയ്യുക. വിസ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. മറ്റുള്ളവരുടെ ഈ ശാപവാക്കുകളും ശാപം നിറഞ്ഞ പൈസയും കാര്യങ്ങളൊന്നും നമുക്കൊരിക്കലും ഉപകരിക്കില്ല. അതൊക്കെ ഹോസ്പിറ്റലിൽ കൊടുക്കാനൊക്കെ തന്നെ ഉണ്ടാവും. അവനതിലാ പറഞ്ഞ വാക്ക്, ഇയാൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇടപെടുന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതായത് ഇവനക്ക് എന്തെങ്കിലും മോശം സാഹചര്യം സംഭവിച്ചിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ ഇയാൾ വിളിച്ചാൽ, ഇവനെ കൊടുന്ന ആൾ വിളിച്ചാൽ, ഈ ആൾ ഇവൻ ജോലി ചെയ്യുന്ന വീട്ടുകാരുടെ ഭാഗം നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന്.
അതിപ്പോൾ അവരുടെ ഭാഗത്ത് കുറച്ച് ന്യായം ഉണ്ടെങ്കിലും നമ്മൾ ഒരാളെ കൊടുന്നിട്ട് ആളുടെ മുമ്പിൽ വെച്ചുകാണ്ട് മറ്റുള്ള ഈ വീട്ടുകാരുടെ ഭാഗം കൂടിക്കാണ്ട് ചേർന്ന് സംസാരിക്കുന്ന ഒരു നല്ലൊരു ഇതല്ല അത്. ആ സംസാരം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇവനെ ഒറ്റയ്ക്ക് മാറ്റി നിർത്തിയിട്ട് ഇത് ചെയ്തത് ശരിയല്ല, അല്ലെങ്കിൽ ഇത് ചെയ്തത് പിന്നെ അങ്ങനെ ചെയ്യണമെന്ന് മാറ്റി നിർത്തിയിട്ട് പറയാം. ഇവന് ഓൾറെഡി ഈ വീട്ടുകാർ പിന്നെ ഇവനെ മോശമാക്കി ചിത്രീകരിക്കുന്ന ഇടയിൽ ഇവനെ കൊടുന്ന ആളും കൂടെ പിന്നെ അവരുടെ കൂടെ കൂടിക്കാണ്ട് ഇവനെ പറയുമ്പോൾ അതൊരു വളരെ എന്താ പറയുക, സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞാലും ആർക്കും മനസ്സിലാവില്ല, പക്ഷേ ഇത് അനുഭവിച്ചവരുണ്ട്, അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. നല്ല വിസ ഉണ്ടെങ്കിൽ നിങ്ങൾ ആർക്കൊന്ന് ചൊല്ലിക്കൊടുത്തോളി, പൈസ വാങ്ങിക്കോളി. അതല്ല ചെങ്കിൽ വിസ ഇല്ല എന്ന് പറയാം, ഒരു വാക്ക് പറഞ്ഞാൽ മതി. വെറുതെ ശാപവാക്കും മറ്റുള്ള ഇതും വാങ്ങി പിന്നെ വെറുതെ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഓക്കെ, താങ്ക് യു.